സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ പോഷക സംഘടന SYSന്റെ നേതാക്കന്മാർ ഇവിടെ ഇരിക്കുന്നുണ്ട്. അവരുടെയൊക്കെ കൂടെ പ്രവർത്തിക്കുന്ന ഉന്നതനായ ഒരു വ്യക്തി ആളുകൾ അവരെ ഷജറകൾ എന്ന് വിളിക്കുന്നുണ്ട്. ആ വിഭാഗം ഞാൻ അവരെ അങ്ങനെ വിളിക്കാൻ ആഗ്രഹിക്കുന്നില്ല. ഈ ഛിദ്രശക്തികൾ, അഭിനവ വിഘടിതർ, അങ്ങനെ അവരെ വിളിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അവരുടെ ജീവാത്മാവും പരമാത്മാവുമായ ഒരു ഫൈസി 200-ലധികം പേജ് വരുന്ന കുറ്റപത്രം തയ്യാറാക്കിയിട്ട് ദാറുൽ ഹുദയെക്കുറിച്ച്, ഹാദിയെക്കുറിച്ച് അർദ്ധസത്യങ്ങളും ഇല്ലാത്ത നുണകളും കൃത്യമായി എഴുതി പഠിപ്പിച്ചുകൊണ്ട് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമാക്ക് മുന്നിലൊരു നീണ്ട കുറ്റപത്രം കെട്ടുകണക്കിന് പേജ് ഞങ്ങളെ കൊടുത്ത് എഴുതി കൊടുത്തു. ഇത് സതുദ്ദേശത്തോടെയാണ് എന്ന് നിങ്ങൾക്കാർക്കെങ്കിലും, എന്റെ പ്രിയപ്പെട്ടവരെ, മനസാക്ഷിയോട് നിങ്ങൾ ചോദിക്കണം. ഇത് സതുദ്ദേശത്തോടുകൂടിയാണ് എന്ന് നമുക്ക് വിശ്വസിക്കാൻ കഴിയുമോ? അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകും, സ്വാഭാവികമാണ്. മനുഷ്യരാണെന്ന് നമ്മളൊക്കെ, എല്ലാവർക്കും ഒരു അഭിപ്രായമാവില്ല. പക്ഷെ പ്രിയപ്പെട്ടവരെ, എനിക്കൊരാളോട് ഒരു അഭിപ്രായ വ്യത്യാസം ഉണ്ടായാൽ ഞാനത് അയാളെ തിരുത്താൻ ശ്രമിക്കണം. അയാൾ തീർക്കാൻ ശ്രമിക്കണില്ലെങ്കിൽ ആ രീതിയിൽ ബന്ധപ്പെട്ട ആളുകളോട് സംസാരിച്ചിട്ട് അത് പരിഹരിക്കാൻ ശ്രമിക്കണം. ഈ പരാമർശങ്ങൾ ഞങ്ങളെക്കുറിച്ച് നടത്തി 200 പേജിലധികം, ഞാനതിൻ്റെ പേജിൻ്റെ കണക്കിന് കൃത്യം 200 പേജിൽ ഏറെ ഉണ്ടാകുമെന്ന് 100% ഉറപ്പുള്ളത് കൊണ്ട് പറയാം. ചിലർ പറഞ്ഞു 300 പേജുണ്ട്, 400 പേജുണ്ട്. കാരണം ഇത് അത്രമേൽ കെട്ടുകണക്കിന് ഞങ്ങളെക്കുറിച്ചുള്ള ആരോപണങ്ങൾ ചെറിയ വിഷയങ്ങളാണ്. അല്പത്തരം എന്നല്ലാതെ എന്താ പറയുക, അല്പത്തരം. എന്നിട്ട് അത് എഴുതി കൊടുത്തു. എന്തായിരുന്നു ഫലം? ഞങ്ങൾ വിളിച്ചു വരുത്തിയിട്ട് ഓരോ വിഷയങ്ങളും ചോദിച്ചു. സംസ്ഥയുടെ സമുന്നതനായ നേതാക്കന്മാർ അവിടെ ഇരുന്നു കൊണ്ട് അവരവസാനം പറഞ്ഞു, ഇതൊക്കെ തെറ്റിദ്ധാരണകളാണ്. തള്ളി എന്ന് പറയുന്നത് ഞാനല്ല, സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമായുടെ സമുന്നതനായ നേതാവ്. അദ്ദേഹം സുപ്രഭാതത്തിൽ ലേഖനം എഴുതി, വേറൊരു വിഷയ സംബന്ധമായിട്ട് ഉണ്ടായപ്പോൾ ലേഖനം എഴുതി. ആ ലേഖനത്തിൽ അദ്ദേഹം കൃത്യമായി പറഞ്ഞു, ഉദവികൾക്കെതിരെ ഉന്നയിക്കപ്പെട്ട ആരോപണങ്ങളൊക്കെ തെറ്റിദ്ധാരണകളാണ് എന്ന അടിസ്ഥാനത്തിൽ സമസ്ത മുഷാവറ തള്ളിക്കളഞ്ഞു എന്ന്. എന്റെ പ്രിയപ്പെട്ടവരെ, ഞാൻ ചോദിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം, ഈ തള്ളിക്കളഞ്ഞു എന്ന് പറയുന്ന തീരുമാനത്തെ അംഗീകരിക്കുവാൻ, ഞങ്ങൾക്കെതിരെ പരാതി എഴുതി കൊടുക്കാൻ ദിവസങ്ങളോളം ഒരു PhD വിദ്യാർത്ഥിയേക്കാൾ കഷ്ടപ്പെട്ട് അധ്വാനിച്ച ഈ ഫൈസിക്ക് സാധിക്കുമോ സമസ്തയുടെ കൂടെ നിൽക്കാൻ? സമസ്ത തള്ളി, എന്നിട്ട് നിങ്ങൾ അതിന്റെ കൂടെ നിന്നിട്ടില്ല എന്ന് മാത്രമല്ല, തള്ളിക്കളഞ്ഞ പഴകിപ്പൊളിച്ച ആരോപണങ്ങൾ വീണ്ടും എടുത്തുദ്ധരിക്കുകയല്ലേ നിരന്തരം നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. യാതൊരു തത്വദീക്ഷയുമില്ലാതെ, ഗുണകാംക്ഷയില്ലാതെ, സതുദ്ദേശമില്ലാതെ ഈ രീതിയിൽ ഒരു വിദ്യാഭ്യാസ സ്ഥാപനത്തോട് പ്രവർത്തിക്കാൻ പറ്റുമോ? നമുക്കൊക്കെ ഒരു നീതിബോധമില്ലേ? ഒരു വലിയ സംവിധാനത്തെ തകർക്കാൻ വേണ്ടി ബോധപൂർവം ശ്രമിക്കാം. 1-2 പേജ് എഴുതി കൊടുത്താൽ മനസ്സിലാക്കാം ഇത് പകയല്ലാതെ മറ്റെന്താണ്, അസൂയയല്ലാതെ മറ്റെന്താണ്. ഞാനെപ്പോഴും പറയാറുണ്ട്, പലരും നമ്മളോട് ഗുണകാംക്ഷകൾ വന്നു പണ്ട് നിങ്ങളോട് അസൂയാണ് ഒരുക്കുന്നത്. നമ്മൾ അതിന് മാത്രം വളർന്നു എന്നൊന്നും ഞങ്ങൾ ചിന്തിക്കണില്ല.